ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് എടുക്കാം. സോ സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളർ ഇവിടെ വെച്ചിട്ടുണ്ട്. യെല്ലോ ഓർ റെഡ്, ഇതിലൊരു കളർ ഏറ്റവും റെസനേറ്റ് ആവുന്നത് ചൂസ് ചെയ്യുക. ഓക്കെ, യെല്ലോ കളറാണ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെയുള്ള കുറച്ച് ലവ് മെസ്സേജസ് ഫ്രം പാർട്ട്ണർ, ഇനിയിപ്പോൾ സെപ്പറേഷനാണ് അല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്, നിങ്ങൾക്കുള്ള കുറച്ച് മെസ്സേജസ് നോക്കാം. പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, റെസനേറ്റ് ആവുന്ന അല്ലാത്തത് വിട്ടിക്കുക. ഓക്കെ, ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൺഫ്യൂഷനാണ്, എന്താണ് സത്യം, എന്താണ് നടക്കുന്നത് എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവർക്ക് ഭയങ്കര എല്ലാം കൂടെ ടൂ മച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഓൾസോ അവർ കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡിഫറെൻറ്റ് പേഴ്സൺ ആയാൽ കൊള്ളായിരുന്നു. ആൻഡ് എന്താ പറയുക, നിങ്ങളുടെ എനർജി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്, അത് അവർ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൾസോ അവരൊരു കൺഫ്യൂസിങ് എനർജിയിലാണ്. അവരത് ടൂ മച്ച് ആയിട്ടും തോന്നുന്നുണ്ട്. അവരുടെ തിങ്കിങ് ആയിരിക്കും കൂടുതൽ ടൂ മച്ച്. അവർക്ക് എന്താ സത്യങ്ങളെന്ന് മനസ്സിലാവുന്നില്ല. സോ അവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ ഇപ്പോൾ ഭയങ്കര അധികം ടൂ മച്ചാണ്, ഭയങ്കര അധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ടായിരിക്കാം ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, റെസനേറ്റ് ആവുകയാണെങ്കിൽ പറയാം. ഇനി റെഡ് കളർ ചൂസ് ചെയ്തുള്ളവർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നുള്ള മെസ്സേജസ് എന്തായിരിക്കും? റെഡ് കളർ ചൂസ് ചെയ്തുള്ളവർക്കുള്ളൊരു ലവ് മെസ്സേജസ് കുറച്ച് പേർക്ക് മേ ബി റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക കേട്ടോ. ഡെഫിനറ്റ്ലി ഇവിടെയും ഒരു മിസ്സിങ് ഉണ്ട്. ദ പാഷൻ ഇസ് ഓവർവെൽമിങ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. അവർക്ക് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈമിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ടൈമിലുള്ള കാര്യങ്ങൾ, ആ ഒരു ഉണ്ടായിരുന്ന ഒരു പാഷൻ, അതൊക്കെ ഭയങ്കര അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഫിസിക്കൽ ഡിസയേഴ്സ് കാണുന്നുണ്ട്. ആൻഡ് ഡ്രഗ്സ്, ആൽക്കഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അഡിക്ഷൻസ് ആയിരിക്കാം. അല്ലാതെ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ്, അഡിക്ഷൻസ് ആയിരിക്കാം, മേ ബി ഗെയിംസ് ഒക്കെ ആയിരിക്കാം. ബട്ട് ദേ തിങ്ക് ദാറ്റ് ദേ വിഷ് ദേ കുഡ് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവർക്കൊരു വേറൊരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയാൽ കൊള്ളായിരുന്നു എന്നും വിചാരിക്കുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള കുറച്ച് ലവ് മെസ്സേജസ്. ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റീഡിംഗ് ആയിട്ട് കാണാം. ബൈ.